ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നലെ വാൽപ്പാറ എന്ന സ്ഥലം കാണാനായിട്ട് പോയിട്ട് ഒരു 10-17 ആളായിട്ട് ഒരു ട്രാവലർ വിളിച്ചിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ എൻ്റെ പേരക്കുട്ടികളൊക്കെ ഒരു 4 ആളുണ്ടായിരുന്നു. കാരണം ചോന പിടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയത് ഇന്നലെ കാരണം ഒന്നും വീഡിയോ ഇടാഞ്ഞത് കാരണം ചെറുതായിട്ടൊന്നും ഒരു വീഡിയോ ഇടാന്ന് വെച്ചിട്ട് എടുത്തതാണ് ഇന്നലെ. അപ്പോൾ പോകുമ്പോൾ കണ്ടല്ലേ തേയിലത്തോട്ടങ്ങളും കാടിൻ്റെ ഉള്ളിൽ കൂടെ റോട്ടിൽ കൂടെയാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ തേയിലത്തോട്ടമൊക്കെ കാണാണ്ട് നല്ല ഭംഗിയായിട്ടോ തേയിലത്തോട്ടമൊക്കെ കാണാം. തേയില നുള്ളണതും ഒക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. കണ്ടമാന സ്ഥലത്ത് ഇങ്ങനെ കാറ്റ് നല്ല ചന്തത്തിൽ കാണാം കേട്ടോ. കയറ്റിറക്കങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഇതാണ് കേട്ടോ കാണാനുള്ളത്. തേയില നുള്ളണത് പെണ്ണുങ്ങൾ തേയില ഇങ്ങനെ വെട്ടിയെടുക്കണതും തലയിലൊരു സാധനം കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചാക്കിൽ ഇങ്ങനെ വെട്ടി നിറയ്ക്കണതൊക്കെ കാണാൻ നല്ല ചന്തമായിട്ടോ കാണാൻ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. റോട്ട് കാടിൽ കൂടെ തന്നെയാ 3 കിലോമീറ്റർ വാൽപ്പാറയ്ക്ക് പോകേണ്ടത് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ചോലകൾ അതൊക്കെ ഭംഗിയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ കാണാട്ടെ. അങ്ങനെ നോക്കിയൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെ കാണാൻ നല്ല ഷോ ഉള്ള സ്ഥലങ്ങളാട്ടോ കാണാൻ. പോണ വഴിയിൽ ഒരു ഡാമൊക്കെ ഉണ്ട് കേട്ടോ വലിയ. ആ ഡാമൊക്കെ കണ്ടു ഞങ്ങൾ. പിന്നെ അവിടെ വരയൻ ആടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. വരയൻ പോലത്തെ ആടുകളില്ല, അതൊക്കെ കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു. പിന്നെ മൃഗങ്ങളൊക്കെ റോട്ടിലുണ്ടാകുന്ന അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിട്ട് അതൊന്നും അങ്ങനെ കണ്ടില്ല. ഒരു ആനേനെ കണ്ടിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് മറ്റുള്ള മൃഗങ്ങളെയൊന്നും ഞങ്ങൾ കണ്ടില്ല. പിന്നെ അപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടിയായിട്ടുള്ള ഒരു യാത്ര നല്ല സുഖകരമായ യാത്രയായിരുന്നു കേട്ടോ. അവിടെ കാണാനും പിന്നെ അവിടെ ചെന്നിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്നവർ പറഞ്ഞു. അവിടെ 101 തരം റോസാപ്പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു അമ്പലമായിരുന്നു. പക്ഷെ അത് അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. നല്ല തണുപ്പാട്ടോ അവിടെ. ഉച്ചയായിട്ട് പോലും നല്ല തണുപ്പാണ്. നല്ല ഒരു ചൂടിന് പോലും, ഉച്ചയിലത്തെ വെയിലിന് പോലും തണുപ്പാണ് അവിടെ. നല്ലൊരു ചൂടെന്ന് പറഞ്ഞ സാധനമല്ലേ, തണുത്ത ഒരു അന്തരീക്ഷമാണ്. എല്ലാവർക്കും അത് ഞങ്ങളുടെ ഇവിടുന്ന് പോയവർക്കൊക്കെ ഛർദിയായിരുന്നു. വന്നിട്ട് ഇങ്ങനെ റേഞ്ച് സ്ഥലമല്ലേ, ഇങ്ങനെ തിരിഞ്ഞ് പോകേണ്ട ഓരോ സ്ഥലങ്ങളല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മുകളിലേക്ക് റോഡ് കയറി പോവല്ലേ. അപ്പോൾ അത് തിരിഞ്ഞിട്ടാട്ടോ റോഡിൻ്റെ ഓരോ ഭാഗങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും തല കറങ്ങണ പോലെ ചിലവർക്ക് ഛർദി 5-6 പേര് ഛർദിക്കൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം പ്രത്യേകിച്ചും ആളുകൾക്ക് ഛർദ്ദിക്കാൻ വരലും ഛർദ്ദിച്ചൊക്കെ ആവശ്യതയായി. പിന്നെ ഇതിങ്ങനെ കീഴ്പ്പെട്ട് നോക്കുമ്പോൾ ഒരു തലകറങ്ങണ പോലെയല്ല, മുകളിലേക്ക് ഇങ്ങനെ ഉയരം ചെല്ലും തോറും കീഴ്പ്പെട്ട് നോക്കുമ്പോഴൊക്കെ നല്ല കണ്ട കുന്നും മലയായിട്ട് ഇങ്ങനെ അടിയിലേക്ക് കാണാം കേട്ടോ. നല്ലൊരു കുണ്ട് സ്ഥലമാണ് അടിയിലേക്ക് നോക്കുമ്പോൾ. ചൊവ്വനെ വീഡിയോ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചാട്ടോ. അത് ഈ കുട്ടികൾ 3-4 കാരണം പുലർച്ചെ നേരമായിരുന്നു പിന്നെ യാത്ര. അപ്പോൾ ഇരുട്ട് പോലെയല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് 5 മണിക്ക് പോയത്. അപ്പോൾ അത് കാരണം അത് ചൊവ്വനെ പിടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഈ കുട്ടികൾ കിടന്നുറങ്ങലും ഒക്കെ ആയിട്ട് അവരെ നോക്കേണ്ട കാരണം ചൊവ്വനെ വീഡിയോ പിടിക്കാൻ പറ്റിയത്. അങ്ങനെയായിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരാട്ടോ. ഒരുവിധം സ്ഥലങ്ങളൊക്കെ കണ്ട ആ തേയിലത്തോട്ടം കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ അവരെ ക്വാർട്ടേഴ്സുകൾ ഇങ്ങനെ ഇറക്കം കുന്നു പോലെ ആടുന്നുണ്ട്. ഇങ്ങനത്തെ ആടുകൾ അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. കൊമ്പ് ഇങ്ങനെ വളഞ്ഞ സൈസ് കൊമ്പായിട്ടുള്ള ആടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ മുകളിലേക്ക് കയറി ഇങ്ങനെ വളഞ്ഞ് ഉയരത്തിലേക്ക് പോവാ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ഉയരപ്പുറമായ കാരണം ഇങ്ങനെ കയറി പോകും തോറും ആളുകൾക്ക് തലവർക്ക് കറങ്ങാലും മുകളിൽ നിന്ന് കിഴിപ്പിട്ടൊക്കെ നോക്കുമ്പോഴേ ആകെ ഒരു തല കറങ്ങണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഛർദ്ദിക്കാൻ വരല്ലോ. ഒരുവിധ ആളുകളും ഛർദ്ദിച്ചു കേട്ടോ. തേയിലത്തോട്ടം നോക്ക് ഇങ്ങനെ വെട്ടി എടുക്കട്ടെ മുകളിൽ നിന്ന് മൂക്കും തോറും. പിന്നെ ചിലതൊക്കെ അവർ ഒരുവിധം മൂത്ത തേയിലകളാന്ന് തോന്നുന്നുണ്ട്. വെട്ടിയിട്ട് അവർ അത് മുഴുവൻ ഒരുവിധം വെട്ടിയിട്ട് കടഭാഗത്ത് മരുന്നിട്ട് നിർത്തുക. പിന്നെ അതുമ്പോൾ തഴച്ചു വളരുന്ന പറയുന്നത്. പിന്നെ അവിടുത്തെ ഒരു ചായ കുടിച്ചപ്പോൾ ഭയങ്കര കടുപ്പാട്ടോ. ആ ചായ കുടിച്ചാൽ പിന്നാലെ ഒരുവിധ ആളുകൾക്കൊക്കെ വയ്യാത്ത ഛർദ്ദിക്കൽ തുടങ്ങി. അവിടുത്തെ ഓരോ ഇത് കണ്ട വാട്ടറിൻ്റെ ചട്ടം പോലെയുള്ളതൊക്കെ കണ്ടില്ലേ.
നല്ല ഭംഗി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ളവർക്ക് അതിൻ്റെ അതേ ഞങ്ങൾ വരുമ്പോൾ ഒരു ആനേനെ കണ്ടുവിട്ടോ. അതേ കണ്ടോ ആന നിൽക്കണുണ്ടോ നടു റോഡിൽ. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നിന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആന അങ്ങോട്ട് ഉള്ളിലേക്ക് കാട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ അങ്ങനെ വരും വഴി ഓരോ ചോലകളാട്ടത് കണ്ട പാറയരടിക്ക് കൂടെ വെള്ളം ഇങ്ങനെ ചാടി വരണതൊക്കെ. ആനേനെ കണ്ടപ്പോൾ എല്ലാവർക്കും പേടി കേട്ടോ. ആന എരത്തേക്ക് കുറച്ച് നേരം വന്നിട്ട് പിന്നെ ഭാഗ്യത്തിന് തിരിച്ച് വണ്ടിയുടെ ലൈറ്റൊക്കെ ഇട്ട് നിന്നപ്പോൾ തിരിച്ച് പോയതാണ്. അങ്ങനെ പിന്നെ കാട്ടിലേക്ക് കയറി പോയതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി വന്നു. പിന്നെ അവിടെ നിന്ന് വന്നത് അതിരപ്പള്ളിയിലേക്കിട്ടാ. പിന്നെ അതിരപ്പള്ളിയിലേക്ക് ഞങ്ങൾ കാണാനായിട്ട് കയറി പോകുന്നത് കേട്ടോ. അത് എല്ലാവരും അങ്ങോട്ട് നടന്ന് പോകണം. വരും വഴി അതിരപ്പള്ളിയിലും കയറി. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് നടക്കുകയാണ്. കാണണമെങ്കിൽ അങ്ങോട്ട് കുറേ ഇറങ്ങി നടന്നിട്ട് കുണ്ടിലേക്ക് ഇറങ്ങിയാലല്ലേ അത് കാണുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് നടന്ന് പോവാട്ടോ. അപ്പോൾ അവിടെ വെള്ളച്ചാട്ടം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് നടക്കുക. അങ്ങനെ അതിരപ്പള്ളിയിൽ എത്തിയിട്ട് എടുത്ത വെള്ളച്ചാട്ടമൊക്കെ കണ്ടേ നല്ല ഭംഗിയില്ലേ. അതിരപ്പള്ളി കാണാൻ നോക്കിയൊക്കെ എന്താ സ്പോർട്സിൽ വെള്ളം വരുന്നുണ്ടോ. നല്ല ഭംഗിയായിട്ടത് കാണാൻ നല്ല ഷോണാണ് കാണാനുള്ളത്. കാണാൻ നല്ലൊരു പുക പോലെ തോന്നും നമുക്ക്. വെള്ളം വന്നിങ്ങനെ ചാടുന്നത് കാണാൻ എന്ത് ചന്താന്ന് പറയും. കണ്ടിട്ടാ ഇത് ഞങ്ങൾ ഇത്തിരി അകലിൽ നിന്ന് എടുത്താൽ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ